ഇന്ത്യൻ വംശജയും ബഹിരാകാശ യാത്രികയുമായ സുനിത വില്യംസിന്റെയും സഹയാത്രികൻ ബുച്ച് വിൽമോറിന്റെയും ഭൂമിയിലേക്കുള്ള മടങ്ങിവരവ് 6 മാസം കൂടി നീളുമെന്ന് നാസ. 2025 ഫെബ്രുവരിയോടെയായിരിക്കും ഇരുവരെയും ഭൂമിയിലേക്ക് എത്തിക്കാനാവുക എന്നാണ് നാസ നൽകുന്ന ഏറ്റവും പുതിയ വിവരം. വെറും 8 ദിവസത്തെ ദൗത്യത്തിനായി പോയ ഇവർ ഏകദേശം 2 മാസമായി ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇക്കഴിഞ്ഞ ജൂൺ 5-നാണ് ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിൽ സുനിത വില്യംസും ബൂച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലെത്തിയത്. ജൂൺ 6-ന് ISS-ലെത്തി ജൂൺ 13-ഓടെ മടങ്ങാനായിരുന്നു പദ്ധതി. ഈ ബഹിരാകാശ പേടകം ISS-ലേക്ക് 2 യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായിരുന്നു സുനിതയും വിൽമോറും. വിക്ഷേപണത്തിന് മുൻപ് സ്റ്റാർലൈനറിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ ഹീലിയം ചോർച്ച കണ്ടെത്തിയിരുന്നു. ഇതുമൂലം യാത്ര പലതവണ മാറ്റിവെക്കുകയും ചെയ്തു. ഒടുവിൽ ജൂൺ 5-ന് വിക്ഷേപണം വിജയകരമാവുകയും 24 മണിക്കൂറിന് ശേഷം ഇരുവരും സുരക്ഷിതമായി നിലയത്തിലെത്തുകയും ചെയ്തു. 8 ദിവസം കൊണ്ട് മടങ്ങാനായിരുന്നു ഇരുവരുടെയും പദ്ധതി. ജൂൺ 13-നായിരുന്നു ആദ്യ മടക്കയാത്ര തീരുമാനിച്ചിരുന്നത്. തുടർന്നത് ജൂൺ 26-ലേക്ക് നീട്ടിവെച്ചു. ബോയിംഗ് സ്റ്റാർലൈനറിലെ ക്യാപ്സ്യൂളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണമാണ് സുനിത വില്യംസിനും ബൂച്ച് വിൽമോറിനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങാൻ സാധിക്കാത്തത്. സ്റ്റാർലൈനർ പേടകത്തിന്റെ ത്രസ്റ്ററുകൾക്കുണ്ടായ തകരാറും ഹീലിയം ചോർച്ചയും ദൗത്യം നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ബഹിരാകാശത്ത് മനുഷ്യനെ താമസിപ്പിച്ചുകൊണ്ട് ഗവേഷണങ്ങൾക്കും ഭൗമ നിരീക്ഷണത്തിനും സഹായിക്കുന്ന പേടകമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. 1998-ലാണ് ഇതിന്റെ നിർമ്മാണം തുടങ്ങിയത്. 2000 നവംബർ മാസം മുതൽ മുഴുവൻ സമയവും നിലയത്തിൽ മനുഷ്യ സാന്നിധ്യമുണ്ട്. ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയാണ് ഈ ബഹിരാകാശ നിലയമുള്ളത്. 7 ബഹിരാകാശ സഞ്ചാരികൾക്ക് ഇവിടെ ഏത് സമയവും താമസിക്കാം. അമേരിക്ക, റഷ്യ, ജപ്പാൻ, കാനഡ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരിക്കും ഇവിടുത്തെ സഞ്ചാരികൾ. പുതിയൊരു ടീം എത്തുമ്പോഴോ സുനിതയെയും വിൽമോറിനെയും പോലുള്ള ഹ്രസ്വ സന്ദർശനങ്ങൾക്കായി ബഹിരാകാശ യാത്രികർ എത്തുമ്പോഴോ ആണ് സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നത്. ബഹിരാകാശ പഠനങ്ങളും അവ കേന്ദ്രീകരിച്ചുള്ള പരീക്ഷണങ്ങളും നടത്തുകയാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ലക്ഷ്യം. ഇതിനു പുറമെ ബഹിരാകാശ പരിസ്ഥിതി മനുഷ്യ ശരീരത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള പഠനത്തിനും പരീക്ഷണത്തിനും ഇവർ സ്വയം വിധേയരാവുകയും ചെയ്യും. നാസയുടെ കണക്കനുസരിച്ച് US-ലെ ഒരു സാധാരണ 6 കിടപ്പുമുറി അപ്പാർട്ട്മെന്റിനേക്കാൾ വലുതാണ് ബഹിരാകാശ നിലയം. 6 സ്ലീപ്പിംഗ് ക്വാർട്ടേഴ്സുകളും 2 കുളിമുറികളും ഒരു ജിമ്മും നിലയത്തിലുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ സുനിത വില്യംസിനും വിൽമോറിനും 6 മാസം കൂടി ISS-ൽ സുഖമായി കഴിയാനാകുമെന്നാണ് റിപ്പോർട്ട്. ദൗത്യം അനിശ്ചിതമായി നീളുന്നത് ബഹിരാകാശ സഞ്ചാരികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. മൈക്രോഗ്രാവിറ്റി റേഡിയേഷൻ കൂടുതൽ നേരം ഏൽക്കേണ്ടി വരുന്നതിനാൽ ബഹിരാകാശ യാത്രികരുടെ അസ്ഥികൾക്കും പേശികൾക്കും ക്ഷതം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കുറഞ്ഞ ഗുരുത്വാകർഷണം തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും. ദീർഘനാൾ ബഹിരാകാശത്ത് തങ്ങുന്നത് യാത്രികരുടെ തലച്ചോറിന്റെ ഘടനയിൽ മാറ്റം വരുത്തുമെന്നും പഠനങ്ങൾ പറയുന്നു. കൂടുതൽ സമയം ബഹിരാകാശത്ത് താമസിക്കുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും കോസ്മിക് റേഡിയേഷൻ മൂലം അർബുദ സാധ്യതകൾ അടക്കമുള്ള നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതൊക്കെ കൊണ്ടാണ് ബഹിരാകാശ പര്യവേക്ഷണ ദൗത്യങ്ങൾ പലപ്പോഴും ആഴ്ചകൾ മാത്രമായി ചുരുക്കുന്നത്. ഇക്കാരണങ്ങളാൽ ISS-ലെ ബഹിരാകാശ യാത്രികർ എല്ലാ ദിവസവും ഏകദേശം 2 മണിക്കൂർ ജിമ്മിൽ ചെലവഴിക്കുകയും നിരവധി ശാരീരിക വ്യായാമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യാറുണ്ട്. 2025 ഫെബ്രുവരിയിൽ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗണിൽ ഇരുവരെയും ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കാൻ സാധിക്കുമെന്നാണ് നാസ നൽകുന്ന ഏറ്റവും പുതിയ വിവരം. 4 ബഹിരാകാശ സഞ്ചാരികളെയും കൊണ്ടാണ് ISS-ലേക്ക് സ്പേസ് എക്സ് ക്രൂ 9 യാത്ര തിരിക്കുന്നത്. ഓഗസ്റ്റ് 18-ന് ക്രൂ 9 വിക്ഷേപിക്കുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിലെ സാങ്കേതിക പിഴവ് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുകയാണ് നിലവിൽ നാസ. ഇത് കണക്കിലെടുത്ത് ക്രൂ 9-ന്റെ വിക്ഷേപണം നാസ സെപ്റ്റംബർ 25-ലേക്ക് നീട്ടിയിട്ടുണ്ട്. സെപ്റ്റംബർ 24-നകം സ്റ്റാർലൈനറിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിലായിരിക്കും സുനിതയെയും വിൽമോറിനെയും തിരികെ കൊണ്ടുവരിക. 4 യാത്രികരെയും 2025 ഫെബ്രുവരിയിൽ തിരികെ ഭൂമിയിലെത്തിക്കുന്ന രീതിയിലാണ് ക്രൂ 9-ന്റെ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ സുനിത വില്യംസിനെയും വിൽമോറിനെയും ഈ പേടകത്തിൽ തിരികെ കൊണ്ടുവരേണ്ടി വന്നാൽ അതിലെ 2 യാത്രക്കാർ ബഹിരാകാശ നിലയത്തിൽ തുടരേണ്ടി വരും. കാർഗോ സ്പേസ് ഷിപ്പുകളും പതിവായി ISS-ലേക്ക് യാത്രകൾ നടത്താറുണ്ട്. യാത്രികർക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ കൊണ്ടുപോവുകയും അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്യുകയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. തിരികെ വരുമ്പോൾ ഈ ബഹിരാകാശ പേടകങ്ങൾ ബഹിരാകാശ നിലയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യങ്ങൾ തിരികെ കൊണ്ടുപോവുകയും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അത് ബഹിരാകാശത്തേക്ക് തള്ളുകയും ചെയ്യും.
ഗുരുത്വാകർഷണം മൂലം അത് അവിടെ വെച്ച് കത്തി നശിക്കും. സ്വകാര്യ എയ്റോസ്പേസ് പ്രതിരോധ സ്ഥാപനമായ നോർത്രോപ്പ് ഗ്രുമ്മാൻ നടത്തുന്ന സിഗ്നസ് എന്ന കാർഗോ ബഹിരാകാശ പേടകം കഴിഞ്ഞ ആഴ്ച ISSൽ ഡോക്ക് ചെയ്തിട്ടുണ്ട്. 3700 കിലോയിലധികം ചരക്കുകളാണ് ഇത് വഹിച്ചത്. ജനുവരി വരെ ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്ത ശേഷം ഭൂമിയിലേക്ക് മടങ്ങും. 8 ബഹിരാകാശ പേടകങ്ങൾക്ക് ഒരേ സമയം ISSൽ ഡോക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. എന്നാൽ അന്താരാഷ്ട്ര നിലയത്തിലെ സഞ്ചാരികളെ തിരികെ ഭൂമിയിലെത്തിക്കാൻ കാർഗോ ബഹിരാകാശ പേടകത്തിന് സാധിക്കില്ല. മനുഷ്യരെ ബഹിരാകാശത്ത് പാർപ്പിക്കാൻ കഴിയുന്ന പ്രത്യേക ക്യാപ്സ്യൂളുകൾ ഇത്തരം പേടകത്തിൽ സജ്ജീകരിച്ചിട്ടില്ല എന്നതാണ് കാരണം. 9 മുതൽ 10 മാസം വരെ ബഹിരാകാശത്ത് ചെലവഴിക്കുന്നത് ദൈർഘ്യമേറിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്നാണ് ഉത്തരം. എന്നാൽ അനേകം ബഹിരാകാശ സഞ്ചാരികൾ അതിനേക്കാൾ കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുണ്ട്. 1994 ജനുവരി മുതൽ 95 മാർച്ച് വരെ മിർ ബഹിരാകാശ നിലയത്തിൽ 438 ദിവസം ചെലവഴിച്ച റഷ്യൻ ബഹിരാകാശ യാത്രികൻ വലേരി പോളിയോക്കിന്റെ പേരിലാണ് നിലവിലെ റെക്കോർഡ്. റഷ്യയുടെ മിർ ബഹിരാകാശ നിലയം 1986 നും 2001 ഇടയിലായിരുന്നു പ്രവർത്തനക്ഷമമായിരുന്നത്. ഏറ്റവും ഒടുവിൽ US ബഹിരാകാശ യാത്രികർ ഫ്രാങ്ക് റൂബിയോ 2022 സെപ്റ്റംബറിനും 2023 സെപ്റ്റംബറിനും ഇടയിൽ 371 ദിവസമാണ് ബഹിരാകാശത്ത് കഴിഞ്ഞത്. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി ബഹിരാകാശ സഞ്ചാരികൾ 300 ദിവസത്തിലധികം ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുണ്ട്. നിലവിൽ നാസ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് സുനിതയും വിൽമോറും മടങ്ങിയെത്തുമ്പോഴേക്കും 250 ദിവസത്തിലധികം ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുണ്ടാകും. ഇരുവരും ആദ്യമായല്ല അന്താരാഷ്ട്ര നിലയത്തിലെത്തുന്നത്. രണ്ടുപേരുടെയും മൂന്നാമത്തെ സന്ദർശനമാണിത്. സുനിത വില്യംസ് 2006 നും 2007 ഇടയിലാണ് ആദ്യ സന്ദർശനം നടത്തിയത്. ആദ്യ സന്ദർശനത്തിൽ 196 ദിവസവും പിന്നീട് 2012 127 ദിവസവും ചെലവഴിച്ചു. വിൽമോർ 2014 ലും 2015 178 ദിവസമാണ് ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ചത്.